പാതയോരത്തിന്റെ പ്രിയപ്പെട്ട സൗഹൃദ മനസ്സുകൾക്കെല്ലാം ഒരു നല്ല നിറമുള്ള കാഴ്ചയിലേക്ക് സ്വാഗതം. കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിലെ ഗുണ്ടൽപേട്ട് താലൂക്കിൽ കീലഗോരി ഗ്രാമത്തിലാണ് നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് കാറ്റ് കഥ പറയുന്ന ഒരു ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ കണ്ടാലോ? സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1050 മീറ്റർ ഉയരമുള്ള കുന്നിന് മുകളിലെ ക്ഷേത്രം ശ്രീ പുലിഗനമുരടി വെങ്കിട്ട രമണ സ്വാമി ക്ഷേത്രം. ദക്ഷിണ ശേഷാദ്രി അല്ലെങ്കിൽ പുലിഗിരി എന്നീ പേരുകളിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. വയനാട് വഴിയാണ് യാത്ര. ബത്തേരിയിൽ നിന്നും ഗുണ്ടൽപേട്ട് റോഡിലേക്ക് തിരിഞ്ഞ് മുത്തങ്ങ കാടും ബന്ദിപ്പൂർ വനമേഖലയും പിന്നിട്ട് കാടിൻ്റെ വന്യതയും തണുപ്പും കണ്ടും അറിഞ്ഞും അനുഭവിച്ചും കൊണ്ടൊരു യാത്ര. ആനയും മാനും കാട്ടുപോത്തും മേയുന്ന വഴിയരിയിലൂടെ ഉമ്പായിയുടെ മനോഹരമായ ഗസലുകളുടെ വരികൾക്ക് താളം പിടിച്ച് അങ്ങനെ ഒഴുകി ഒഴുകി ഒരു യാത്ര. പ്രകൃതിയുടെ ഏകാന്തതയും ഹൃദയത്തിൻ്റെ ഒറ്റപ്പെടലും തമ്മിൽ എന്തെന്നില്ലാത്ത സാദൃശ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ. ഗുണ്ടൽപേട്ടിലെ പൂക്കാലം കഴിയാറായിട്ടോ. എന്നാലും വഴിയരിയിൽ ചെറിയ പൂപ്പാടങ്ങളൊക്കെ കാണാം. ഫോട്ടോ എടുക്കാനുള്ള ആളുകളുടെ തിരക്കുമുണ്ട്. ഗുണ്ടൽപേട്ട് ടൗണിൽ നിന്നും 20 കിലോമീറ്റർ ദൂരമുണ്ട് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക്. സ്വകാര്യ വാഹനങ്ങൾ കൊണ്ടുവരുന്നതാവും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഈ റൂട്ടിൽ ബസ്സുകളൊന്നും ഞങ്ങൾ ഇതുവരെ കണ്ടില്ല. മാത്രമല്ല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്നിൻ മുകളിലേക്ക് കുറച്ച് ദൂരമുണ്ട്, ഒരു അത്യാവശ്യം കയറ്റവുമുണ്ട്. ബസ് യാത്രാ സംവിധാനം ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ സ്വന്തം വാഹനങ്ങളുമായി വരുന്നതായിരിക്കും നല്ലത്. ഗുണ്ടൽപേട്ടിൽ നിന്നും കിലഗേരെ ഗ്രാമത്തിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇതുവരെ വന്ന റോഡിൽ നിന്നും ഇടത്തോട്ടാണ് ഇനി നമുക്ക് പോവേണ്ടതും. വഴി അറിയാനായി ഇവിടെ കന്നഡയിൽ എഴുതി വച്ചിരിക്കുന്നത് ചിലപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പേരാവാം. ഈ കന്നഡ അക്ഷരങ്ങൾക്ക് ഒരു ജിലേബിയുടെ ഒരു ചായകാച്ചൽ തോന്നിയത് എനിക്ക് മാത്രമാണോ എന്നറിയില്ല. വഴിവക്കിലെ അക്ഷരങ്ങൾ ചൂണ്ടിക്കാട്ടിയ വഴിയിലൂടെ നമുക്ക് വീണ്ടും മുന്നോട്ടൊന്ന് പോയി നോക്കാം. ഇനി കയറ്റമാണ്. ഇവിടെയൊന്നും മഴയില്ലെന്ന് തോന്നുന്നു. പുല്ലുകളൊക്കെ വല്ലാണ്ട് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ലക്ഷ്യസ്ഥാനത്തെത്താൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഇനിയുള്ളൂ. മുൻഭാഗത്ത് നല്ല ഉയരമുള്ള പടികൾ കയറി വേണം ക്ഷേത്രത്തിന് അകത്തോട്ടെത്താൻ. എന്നാൽ ഈ പടികൾ കയറാതെയും ചുറ്റമ്പലത്തിൽ പ്രവേശിക്കാം. ഈ ക്ഷേത്രത്തിൻ്റെ പേര് ശ്രീ പുലിഗനമുരടി പ്രസന്ന വെങ്കിട്ട രമണ സ്വാമി ദേവസ്ഥാനം എന്നാണ്. പുലകിനെയാണോ പുലിഗിനെയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിന് ഈ പേര് കൂടാതെ ഹൂലിഗാത്രി, ദക്ഷിണ ശേഷാദ്രി, വ്യാഖ്യാചല എന്നീ പേരുകളുണ്ട്. കന്നഡയിൽ ഹുലി എന്നാൽ കടുവ എന്നാണ് അർത്ഥം. പണ്ട് കടുവകൾ ധാരാളമായി വിഹരിച്ചിരുന്ന വനപ്രദേശമായതുകൊണ്ടാണ് ഇതിന് പുലിഗനമുരടി എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു. മുരടി എന്നാൽ ഉയർന്നു നിൽക്കുന്ന പ്രദേശത്തെയാവും സൂചിപ്പിക്കുന്നുണ്ടാവുക. ശ്രീമദ് വരാഹ പുരാണത്തിൽ ഈ സ്ഥലത്തെക്കുറിച്ച് പരാമർശമുണ്ട്. വെങ്കിട്ട രമണസ്വാമി മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ്. തിരുപ്പതി വെങ്കിടേശ്വരൻ്റെ മറ്റൊരു ഭാവമായിട്ടാണ് വെങ്കിട്ട രമണസ്വാമിയെ ആരാധിക്കുന്നത്. കലിയുഗത്തിൽ ഭക്തരുടെ ദുരിതങ്ങൾ അകറ്റാനും അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാനും അവതരിച്ച ദൈവമായാണ് സങ്കല്പം. ത്രേതായുഗത്തിൽ ശ്രീരാമനും ദ്വാപരയുഗത്തിൽ പാണ്ഡവരും ഇവിടെ പൂജ നടത്തിയതായി വിശ്വസിക്കപ്പെടുന്നു. രാമ ലക്ഷ്മണന്മാരുടെയും പാണ്ഡവന്മാരുടെയും അഗസ്ത്യമുനിയുടെയും മാണ്ഡവ്യ മഹർഷിയുടെയും പാദസ്പർശത്താൽ അനുഗ്രഹീതമായ സ്ഥലമാണിത്. ക്ഷേത്രത്തിന് 600 വർഷത്തെ പഴക്കമുണ്ടെങ്കിലും ഈ പ്രദേശത്തിന് പറയാൻ ആയിരക്കണക്കിന് വർഷങ്ങളുടെ കഥകളുണ്ട്. ഇതാണ് വേദ പുഷ്കരണി തീർത്ഥം. ഭഗവാന്റെ നിത്യപൂജകൾക്കും അഭിഷേകങ്ങൾക്കും മാത്രം ജലം എടുക്കുന്ന ചെറിയൊരു കുളമാണിത്. ക്ഷേത്രത്തിന് തൊട്ടു പിറകിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു തീർത്ഥക്കുളം കൂടിയുണ്ട്. ധനുഷ്കോടി തീർത്ഥം എന്നാണ് പേര്. ഐതിഹ്യമനുസരിച്ച് ശ്രീരാമൻ തൻ്റെ ധനുസ്സിൻ്റെ അഗ്രഭാഗം കൊണ്ട് ഉണ്ടാക്കിയ ഒരു നീരുറവയാണിത്. പക്ഷേ ഈ വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല. പുരാണങ്ങളിലെ വിസ്മയ കഥകൾ നിറഞ്ഞ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിന്നും ക്ഷേത്രത്തിൻ്റെ പിറകുവശത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മെ കാത്തിരിക്കുന്നത് പ്രകൃതി ഒരുക്കിയ ഒരു വലിയ വിസ്മയത്തിലേക്കാണ്. ഇവിടെ തലയുയർത്തി നിൽക്കുന്ന പുരാതനമായ കൽമണ്ഡപവും അവിടേക്ക് വീശിയടിക്കുന്ന ശക്തമായ കാറ്റും
ഈ യാത്രയെ വെറുമൊരു തീർത്ഥാടനത്തിനപ്പുറം ആത്മാവിനെ തൊട്ടറിയുന്ന ഒരു സുഖകരമായ അനുഭവമായി മാറ്റുന്നു. ചരിത്രവും പുരാണങ്ങളും ഇഴചേർന്ന ഈ അന്തരീക്ഷത്തിൽ ഈ കൽത്തൂണുകളിൽ ചാരിയിരുന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരൊറ്റ ക്യാൻവാസിൽ വരച്ചതുപോലെ ഗുണ്ടൽപേട്ടിൻ്റെ കൃഷിയിടങ്ങളും പശ്ചിമഘട്ട മലനിരകളും ദൃശ്യമാകും. അമേസിങ്. ഞാൻ ഈ ഒരു സ്ഥലത്തെ പറ്റി ഒരു ഒറ്റ വാക്കിൽ നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. ഗംഭീര കാറ്റ്, അതായത് നമുക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ വ്യക്തമായിട്ട് കാണുന്നുണ്ടോ അറിയില്ല. നല്ല കാറ്റ്, നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ വരുന്നവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, അവിടെ സുരക്ഷ കുറച്ച് കുറവാണ്. വളരെയധികം ശ്രദ്ധിക്കുക, എൻജോയ് ചെയ്യുക. നിങ്ങളെ വരെ എടുത്ത് പറപ്പിക്കാൻ പറ്റുന്ന കാറ്റാണ്, അതും നല്ല തണുത്ത കാറ്റ്. ശരിക്ക് നമ്മുടെ ക്യാമറമാനൊക്കെ എങ്ങനെയോ നിൽക്കുകയാണ് ഇവിടെ. കാരണം ആ ഭാഗത്തോട്ട് വളരെ താഴ്ചയാണ്, അങ്ങോട്ട് പോയ ആളെ പൊടി പോലും കിട്ടില്ല. അത് മാത്രമല്ല, ഒരു തരത്തിലുള്ള സേഫ്റ്റി ഇവിടെ ഇല്ല. ഈ കൽമണ്ഡപത്തിൽ ഇങ്ങനെ നിൽക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും കുറച്ചു നേരം ഒന്ന് ഇവിടെ വന്നിരുന്ന് നോക്ക്. ഗോപാൽസ്വാമി ബേട്ട കാണുന്നതിനോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൽ വരണം. ഗുണ്ടൽപേട്ടിൽ നിന്ന് 20 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ട് ദൂരമുള്ളൂ. കഴിയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മഴക്കാലമാണ് ഏറ്റവും ഭംഗി. നല്ല മഴക്കോട്ടൊക്കെ ഇട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കണം. ഈ കാറ്റിന് ഇതേ പറന്നു പോകുന്ന കാറ്റാണ്. ഈ കാണുന്ന എല്ലാം കർണാടകയിലെ കൃഷിയിടങ്ങളും കുറെ അപ്പുറത്തെ ഗ്രാമങ്ങളും ഒക്കെയാണ്. തിരക്കുകളിൽ നിന്നെല്ലാം ഓടിയൊളിച്ച് പ്രകൃതിയുടെ മടിത്തട്ടിൽ കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സഞ്ചാരിയുടെയും മനസ്സിൽ ഹുലിഗിന മുരടിയിലെ ഈ കൽമണ്ഡപവും അവിടുത്തെ വീശിയടിക്കുന്ന തണുത്ത കാറ്റും ഒരു മനോഹര ഓർമ്മചിത്രമായി എന്നും മനസ്സിൽ അവശേഷിക്കും. പാതയോരത്തിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു യാത്രയിൽ നിറമുള്ള കാഴ്ചകളിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാവുമെന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വിടവാങ്ങുന്നു.